സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഖലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ഈ പ്രക്ഷോഭം 1984 ജൂൺ 1 തുടങ്ങി 6 അവസാനിച്ചു. പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ കടന്ന സിഖ് ഭീകരരെ നേരിടാനായിരുന്നു സൈനിക നടപടി. സൈനികരടക്കം 600 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗികമായ കണക്ക്. പഞ്ചാബ് സ്വതന്ത്ര രാജ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിഖ് നേതാവ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. ക്ഷേത്രം കൈയടക്കിയ ഭീകരരെ ഒഴിപ്പിക്കാനാണ് 1984 ജൂൺ 5 ഇന്ദിരാഗാന്ധി കടുത്ത തീരുമാനമെടുത്തത്. ഹിന്ദുക്കളെയും സിഖുകാരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന തന്ത്രമാണ് ഭിന്ദ്രൻവാല നടപ്പിലാക്കിയത്. ഇതിനായി അയാൾ ഒരു സേന രൂപീകരിക്കുകയും ഹിന്ദുക്കൾക്കെതിരായ വികാരം അവരിൽ കുത്തിയുയർത്തുകയും ചെയ്തു. ക്ഷേത്രവളപ്പിൽ കടക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശം സേനയ്ക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്നും അതിൽ അവർ ഏറെ ദുഃഖിതയായിരുന്നുവെന്നും ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി PC അലക്സാണ്ടർ ഒരിക്കൽ പറഞ്ഞിരുന്നു. സിഖ് ക്ഷേത്രത്തിലെ സൈനിക നടപടിയടക്കമുള്ള പ്രതികാരമായിട്ടായിരുന്നു 1984 ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധിയെ സിഖുകാരായ സന്ത്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നിവർ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. കൂടാതെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ബോംബ് വെച്ച് തകർത്തതിന് കാരണവും ഇതുതന്നെയായിരുന്നു.